ഇമോഷണലി ഡ്രെയിൻഡ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെയാ ഞാൻ കാണിക്കുന്നതെന്ന് തോന്നിപ്പോയി. മാനസപുത്രി. അയ്യോ, അത് ഇമോഷണലി ഡ്രെയിൻഡ് മാത്രമല്ല, നിങ്ങൾ അത് ചെയ്ത് വരുമ്പോ തന്നെ സം ഡേയ്സ് ഈ വീട്ടില് ചെറിയ പ്രശ്നം മതി ഭയങ്കര വയലന്റ് ആവുമായിരുന്നു. അത് ഭയങ്കര ആ ഒരു ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ്. ആ ക്യാരക്ടറിലേക്ക് ലയിച്ചു പോയി. ഗ്ലോറി ചെയ്ത് പിന്നെ വീട്ടിലും ഈ വെറുതെ ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ വലിയ ഡയലോഗ് പറയാൻ തുടങ്ങി. അത് ലാംഗ്വേജ് വേറെ ആണെങ്കിൽ പിന്നെ എന്റെ വീട്ടുകാർ വെച്ച് ഇത്ര ഡയലോഗ് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ചോറിന് വേണ്ടിയിട്ടാണോ ഈ ഡയലോഗ്? അങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ. അത് കൂടുതൽ നമ്മൾ ആ ക്യാരക്ടറിലേക്ക്. അത് നമ്മൾ മുന്നേ മാനസപുത്രിയുടെ ക്ലൈമാക്സ് സീൻ കാണുകയും ചെയ്തു. അതിന്റെ ഒക്കെ എന്തായിരുന്നു? യു വോണ്ട് ബിലീവ്, മാനസപുത്രി ക്ലൈമാക്സ് നമ്മൾ 3 ദിവസം എടുത്തു. അതിൽ ഒരു ഗ്ലിസറിൻ ഇല്ലാതെയാണ് ഞാൻ അതിനകത്ത് കരച്ചിൽ വരുന്നത്. ഒന്നാമത്തേത് അതിലെ വിഷമം ആ സമയത്ത് എനിക്ക് തോന്നിയത് ഈ സീരിയൽ തീരാൻ പോവാണല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് അത് നിങ്ങൾ ബിഗ് ബോസിലും കണ്ടു കാണും.